നമസ്കാരം. തൃശൂർ പൂരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസമുണ്ടായി. ഇന്നലെ രാത്രി 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് ഇന്ന് പുലർച്ചെ 7 മണിക്കാണ്. പോലീസും ദേവസ്വവും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമുണ്ടാവുകയും വെടിക്കെട്ട് ഒരു ചടങ്ങായി മാത്രം നടത്തേണ്ടി വരികയും ചെയ്തു. പൂരപ്രേമികൾ വലിയ നിരാശയിലാണ്. ഇതടക്കമുള്ള നിരവധി വാർത്തകളുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി 5 നാൾ മാത്രമാണ് ബാക്കി. 6-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ദേശീയ നേതാക്കളടക്കം കേരളത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇന്നെത്തുന്നുവെന്ന പ്രത്യേകതയുണ്ട്. വിശദമായി പോകാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂരിൽ വെടിക്കെട്ട് ചടങ്ങായി. പൂരപ്രേമികൾക്ക് നിരാശ. പൂരാഘോഷം തടസ്സപ്പെട്ടത് കമ്മീഷണറും ദേവസ്വവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന്. വിഷയം പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ. അരുവിക്കരയിൽ വോട്ടിന് പണം ആരോപണവുമായി CPM. വ്യവസായി ബിജു രമേശ് പണവുമായി എത്തിയെന്ന പരാതി. വാഹനം തടഞ്ഞ് CPM പ്രവർത്തകർ. തോക്ക് കാണിച്ചു ഭീഷണിപ്പെടുത്തിയ ബിജു രമേശിന്റെ അംഗരക്ഷകനെതിരെ കേസ്. വാഹനം തടഞ്ഞ CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. കോൺഗ്രസ് ക്യാമ്പിന് ആവേശമായി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ. പത്തനംതിട്ടയിലും ചാലക്കുടിയിലും പര്യടനം. കേരളത്തിൽ തുടർന്ന ഇടത് ദേശീയ നേതാക്കളും. 6-ാം നാൾ കേരളത്തിൽ വോട്ടെടുപ്പ്. UDFന് നാണക്കേടായി വണ്ടൂരിൽ MSF KSU കയ്യാങ്കളി. സംഘർഷം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ. കയ്യാങ്കളിയിലേക്ക് നയിച്ചത് മുസ്ലിം ലീഗിന്റെയും MSFന്റെയും കൊടിവീശിയത്. നിമിഷപ്രിയയുടെ മോചനം തേടി അമ്മ യമനിലേക്ക്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തും. മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. ISLൽ സെമി കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. പ്ലേ ഓഫിൽ ഒഡീഷയോട് തോറ്റു. IPLൽ ഇന്ന് ഡൽഹി ഹൈദരാബാദ് പോരാട്ടം. പൂരം പ്രതിസന്ധിയിൽ. പൂരാരവം co-powered by പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. പ്രതിസന്ധികൾക്കിടെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ചടങ്ങായി നടന്നു. ബാരിക്കേഡുകൾ വെച്ച് രാത്രി 10 മണിക്ക് തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പൂരപ്രേമികൾക്ക് തടസ്സമായതോടെ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണെന്ന് തിരുവമ്പാടി പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനമായത്. പകൽ വെളിച്ചത്തിലെ വെടിക്കെട്ട് ആസ്വാദനം കുറച്ചെങ്കിലും വെടിക്കെട്ട് നടക്കില്ല എന്നുള്ള ആശങ്ക ഒഴിഞ്ഞു. പോലീസ് നേരത്തെ തന്നെ ചില ബാരിക്കേഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിരുന്നു. കോടതി വിധികളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആളുകൾക്ക് കുറെ കൂടി സൗകര്യം ഉണ്ടാക്കേണ്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പരിശോധിക്കും. തൽക്കാലം പൂരം ഗംഭീരമാക്കാൻ, പൂരത്തിന് വേണ്ടി എത്തിച്ചേർന്ന കാണികളുടെ മനസ്സും കണ്ണും നിറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പൂർത്തീകരിക്കേണ്ടത്. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു തൃശൂരിൽ നിന്നും. എൽദോ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പൂരത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. വെടിക്കെട്ട് ആസ്വാദകർ ഏറെയുള്ള വെടിക്കെട്ട് ആ സമയത്ത് നടന്നില്ല. ഇപ്പോൾ രാവിലെയാണ് 7 മണിയോടെയാണ് വെടിക്കെട്ട് ആരംഭിക്കാനായത്. പൂരപ്രേമികൾക്ക് വലിയ നിരാശയുണ്ടായി. മണിക്കൂറുകളോളം ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കാണേണ്ടി വന്ന ഒരു നിരാശ അവർക്കുണ്ടാകും. എന്താണ് ഇതിന് കാരണമായത്? ഇപ്പോൾ എവിടെ എത്തി
നിൽക്കുന്നു ഈ തർക്കവും പ്രശ്നവുമൊക്കെ? തർക്കം അവസാനിച്ചു അശ്വതി. അതായത് പൂരത്തിന്റെ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത്, അതായത് പൂരത്തിന്റെ വെടിക്കെട്ടിന് മുമ്പുള്ള നിയന്ത്രണം, അത് ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം സാധാരണ രീതിയിൽ അത് 11 മണിക്ക് ശേഷമാണ് നിയന്ത്രിക്കാറുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി 10 മണിയോട് തന്നെ പൂർണ്ണമായിട്ടും ബാരിക്കേഡ് വെച്ച് എല്ലാ വഴികളും പോലീസ് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് വലിയ പ്രതിഷേധമുണ്ടായത്. ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വെടിക്കെട്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ രാത്രി പൂരത്തിലേക്ക് എത്താനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത് പോലീസിന് കുറ്റം പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം പോലീസിന് അത് ഹൈക്കോടതിയുടെ കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള താക്കീതുമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ രാത്രി തന്നെ 10 മണിയോട് തന്നെ ഈ ബാരിക്കേഡ് വെച്ച് തൃശൂർ പൂരത്തിന്റെ ആസ്വദിക്കാനുള്ള ആ റൗണ്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതാണ് വലിയ പ്രശ്നത്തിന് കാരണമായത്. ഈ പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തോടുകൂടി തിരുവമ്പാടി ദേവസ്വം നിലപാടെടുത്തു. അതായത് ഇത് പോലീസ് പൂരത്തിന്റെ ആ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്, ഞങ്ങൾ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി എത്തിയതോടുകൂടി പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് അത് തടസ്സപ്പെട്ടു. പിന്നീട് അത് വലിയ ചർച്ചകൾക്ക് വേദിയാവുകയായിരുന്നു തൃശൂർ പൂരനഗരിയും പൂരത്തിന്റെ വടക്കുന്നാഥ സന്നിധാനവും. തുടർന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് വലിയ സമവായ ചർച്ച നടത്തി. പ്രധാനമായും മിനിസ്റ്റർ കെ രാജൻ തന്നെയാണ് ഇതിന് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. തൃശൂരിലെ സ്ഥാനാർത്ഥികളും ഈ ചർച്ചകൾക്ക് ഭാഗമായി. അങ്ങനെ ഈ ചർച്ചകൾക്കൊടുവിൽ കളക്ടറുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ തിരുവമ്പാടി സമ്മതിക്കുന്നത് അങ്ങനെ പൂരം അത് പകലാണെങ്കിൽ പോലും വെടിക്കെട്ട് നടത്താമെന്നുള്ളത്. അങ്ങനെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആദ്യം നടന്നു. 7 മണി 7:05 കൂടിയാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത്. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരം, അത്രമാത്രം വിസ്മയം തീർക്കുന്ന, അത്രമാത്രം കണ്ണുകൾക്ക് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ പകരുന്ന ആ വെടിക്കെട്ട് അത് പകൽ വെളിച്ചത്തിൽ നടന്നതോടുകൂടി അത്രമാത്രം ഭംഗിയോടുകൂടി സൗന്ദര്യത്തോടുകൂടി പൂരപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് പിന്നാലെ തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് നടന്നു. 2 വെടിക്കെട്ടുകളും അത് ശബ്ദവിന്യാസം കൊണ്ട് ആളുകൾ പൂരപ്രേമികൾ ആസ്വദിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും തീർക്കാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ, അതായത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർണ്ണവിസ്മയ കാഴ്ച ഈ പൂരപ്രേമികൾക്ക് നഷ്ടമായി എന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും പൂരം ഇനി പ്രതിസന്ധിയില്ലാതെ നടക്കും. ഇപ്പൊ പകൽപൂരം ആരംഭിച്ചു. പകൽപൂരത്തിന്റെ കാഴ്ചകളാണ് ഇനിയുള്ളത്. എന്താണെങ്കിലും ഘടകപൂരങ്ങളുമായി ഇന്നലെ പൂരപ്പറമ്പ് തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ നമ്മൾ കണ്ടതാണ്. വൈകിട്ട് നടന്ന കുടമാറ്റം, അതിലെ വർണ്ണവിസ്മയങ്ങൾ, അതിൽ LED ബൾബുകൾ ഉൾപ്പെടെ എത്തിച്ചുള്ള പ്രപഞ്ചം അത് മനോഹരമായിരുന്നു. പക്ഷേ ഈ വെടിക്കെട്ടിൽ മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും വെടിക്കെട്ട് നടന്നുവെങ്കിൽ പോലും വെടിക്കെട്ടിനെ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇന്നാണ് പൂരത്തിന്റെ പകൽപൂരം. ഇന്ന് 12 മണിക്ക് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി പൂരക്കാഴ്ചകൾക്ക് വിരാമമാകും. അതിനുശേഷം പൂരക്കഞ്ഞിയും കുടിച്ച് മടങ്ങുന്ന തൃശൂർ പൂരപ്രേമികളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത്രമാത്രം മനോഹരമായിട്ടുള്ള ദിനങ്ങൾക്ക് വിരാമമാകുന്നു. പൂരത്തിന് ഇന്ന് അവസാനമാകുന്നു. എന്താണെങ്കിലും വെടിക്കെട്ട് അതിന്റെ ശോഭ പൂർണ്ണമായും ഉണ്ടായില്ല എന്ന് തന്നെ പറയണം. അതാണ് എൽദോ പോൾ പുതുശ്ശേരിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും വെടിക്കെട്ട് ഒരു ചടങ്ങായി മാത്രം നടന്നു. അത് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശോഭ കെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ചർച്ചകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ, വിഷയങ്ങൾ തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പറഞ്ഞോ അങ്ങനെയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11:30 കൊച്ചിയിൽ എത്തും. 12:15 UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എരിയാട് പൊതുസമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് എരിയാട് നിന്നും ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് തിരിക്കും. പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. വലിയ ആവേശത്തിലായിരിക്കും UDF ക്യാമ്പ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഇന്ന് 2 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇനി 6ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇലക്ഷനിങ് അടുത്തിരിക്കെ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രചാരണങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, ഇനി അമിത്ഷാ വരാനിരിക്കുന്നു, DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ കേരളത്തിൽ ഓരോ സന്ദർശനം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി തൃശ്ശൂരിലും ഒപ്പം ചാലക്കുടി മണ്ഡലത്തിലും പിന്നെ പ്രധാനമായും തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലുമാണ് ഇന്നത്തെ പരിപാടികൾ. 11:30 ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ കൊച്ചി എയർപോർട്ടിലെത്തും. അതിനുശേഷം 12:05 ആദ്യ പ്രചാരണ സ്ഥലമായ തൃശ്ശൂർ എരിയാടേക്ക് ഹെലികോപ്റ്ററായിരിക്കും എത്തുക. അതിനുശേഷം ബെന്നി ബെഹനാൻ, ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ പ്രചാരണത്തിനായി വേണ്ടി അവിടെ ആയിരിക്കും ഇന്ന് പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം 2 മണിക്കായിരിക്കും എരിയാട് നിന്നും പത്തനംതിട്ടയ്ക്ക് തിരിക്കുക. അവിടെ UDF സ്ഥാനാർത്ഥി ആന്റണിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിലായിരിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക. അവിടെ ഒരു പൊതുസമ്മേളനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3:40 ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അതിനുശേഷം 4:50 വരെ, ഏകദേശം 5 മണി വരെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിൽ സജീവമായി തന്നെ പ്രിയങ്ക ഗാന്ധി കാണും. അതിനുശേഷമായിരിക്കും തിരിച്ചു ഡൽഹിയിലേക്ക് പോകുക. എന്തായാലും ഇലക്ഷൻ ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാക്കളെല്ലാം ഈ കടുത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള അതികഠിനമായ പരിശ്രമത്തിലാണ്. ഏതു വിധേനയും ലോക്സഭയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ പ്രമുഖരായ നേതാക്കളെല്ലാം ഓരോ ദിവസവും കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്തായാലും ഇലക്ഷന്റെ ചൂട് അങ്ങ് കൊടുമുടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ കാണാനെത്തുന്നത്. ശരി നവമി, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശി, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിഷയങ്ങളുണ്ട് അവിടെ. ഈ അവസാന ലാപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ദേശീയ നേതാവ് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് ക്യാമ്പ്? അശ്വതി, കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ 3 ടൈമും മണ്ഡലം തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്, UDF ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടി വലിയ ആവേശത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തകർക്കിടയിലുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൂന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. അവിടുന്ന് 2:15 റോഡ് മാർഗമാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തേക്ക് പ്രിയങ്ക എത്തുക. അവിടെ പ്രവർത്തകരെ പ്രിയങ്ക അഭിസംബോധന ചെയ്യും. UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 25,000-ഓളം പേര് പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഒപ്പം സ്ഥാനാർത്ഥികൾ ഇടുക്കിയിലെയും മാവേലിക്കലെയും സ്ഥാനാർത്ഥികൾ കൂടി പങ്കെടുക്കുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF നേതൃത്വം ഉള്ളത്. കഴിഞ്ഞ 3 ടൈമും ആന്റോണി വിജയിച്ചൊരു മണ്ഡലമാണ്. ഇപ്രാവശ്യവും മണ്ഡലം തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ള വലിയൊരു പ്രയത്നം കൂടി UDF പ്രവർത്തകർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലം പര്യടനങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഉള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ 2 മണി 2:15 3 മണിക്കുള്ള പരിപാടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. എന്തായാലും റോഡ് ഷോ തിരുവനന്തപുരത്തുണ്ട്. പത്തനംതിട്ടയിൽ അത്തരത്തിൽ റോഡ് ഷോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, റാലിയൊന്നുമില്ല. നേരെ മറിച്ച് ഈ പൊതുസമ്മേളനം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായിരിക്കും പ്രിയങ്ക ഗാന്ധി എത്തുക. എന്തായാലും വലിയ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ശരി, ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.
LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുയോഗങ്ങളിലാണ് പങ്കെടുക്കുക. രാവിലെ 10-ന് പുറമേരിയിലും 4-ന് കൊയിലാണ്ടിയിലും 6-ന് പാനൂരിലുമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാറും പുറമേരിയിലെയും പാനൂരിലെയും പൊതുയോഗത്തിൽ സംസാരിക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വടകരയിൽ പര്യടനം നടത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം, അല്ലേ? ഇന്നലെ കോഴിക്കോട് മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ പ്രധാനമായി ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം അക്കമിട്ട് മറുപടി പറയുകയാണ് ചെയ്തത്. മോദിയെ കുറിച്ച് കാര്യമായി സംസാരിക്കാത്ത മുഖ്യമന്ത്രി തന്നെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന വിമർശനമാണ് നേരത്തെ കോഴിക്കോട് തന്നെ പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. എന്നാൽ പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് ഒരു നിലപാടില്ല. അല്ലെങ്കിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചെങ്കിലും ജോഡോ യാത്രയുമായി സഞ്ചരിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഒരിടത്തും കാശ്മീർ വിഷയമോ ദേശീയ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമോ സംസാരിച്ചില്ല. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം മറ്റു 2 മുഖ്യമന്ത്രിമാരെ ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തപ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ പോലും ചെയ്യുന്നില്ല എന്ന ചോദ്യവും പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജയിലിലിട്ടിട്ട് തങ്ങൾ ഭയന്നിട്ടില്ല എന്ന മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും ദേശീയ പൗരത്വ നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയും ഒപ്പം രാഹുൽ ഗാന്ധിക്ക് മറുപടിയും നൽകിയായിരുന്നു കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ പ്രസംഗമെങ്കിൽ ഇന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി നിശിതമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കാരണം ഈ KK ശൈലജ ടീച്ചർക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഉന്നയിച്ചേക്കും അദ്ദേഹം. ഒപ്പം കൊയിലാണ്ടിയിൽ രാവിലെ 10 മണിക്ക് വടകരയിലും പിന്നെ 4 മണിക്ക് കൊയിലാണ്ടിയിലും 6 മണിക്ക് പാനൂരിലുമാണ് അദ്ദേഹത്തിന്റെ യോഗം. നമുക്കറിയാം പാനൂര് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രചരണം പുരോഗമിക്കുന്നതിനിടെ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും അതേ തുടർന്ന് CPM വലിയ പ്രതികൂട്ടിൽ നിർത്തുകയും ഒക്കെ ചെയ്ത ഒരു ഇടമാണ്. UDF സ്ഥാനാർത്ഥിയും ഒപ്പം UDF നേതാക്കളും വലിയ യോഗങ്ങളും സമ്മേളനങ്ങളും സന്ദേശയാത്രകളും ഒക്കെ അവിടെ നടത്തുകയും ചെയ്തു. എന്തായാലും ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പാനൂർ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാവുമെന്നും ഉറ്റുനോക്കുന്നു. എന്തായാലും നിശ്ചിതമായ വിമർശനം ഇന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും മോദിക്കും ഒക്കെ എതിരെ തുടരുമെന്ന് നമുക്ക് കരുതാം. ശരി അനീഷ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരുവിക്കരയിൽ വോട്ടിന് പണം ആരോപണവുമായി CPM രംഗത്ത്. വ്യവസായി ബിജു രമേശ് പണവുമായി എത്തിയെന്നാണ് പരാതി. ഇതേ തുടർന്ന് വാഹനം തടഞ്ഞ് CPM പ്രവർത്തകർ രംഗത്തെത്തി. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ബിജു രമേശിന്റെ അംഗരക്ഷകനെതിരെ പോലീസ് കേസെടുത്തു. വാഹനം തടഞ്ഞ് CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ വിഷയത്തിൽ ആരോപണങ്ങൾക്കും പരാതിക്കും അപ്പുറം എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഇരു കൂട്ടർക്കെതിരെയും കേസെടുത്ത പശ്ചാത്തലത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? നേരത്തെ തന്നെ ബിജു രമേശ് ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ച് അടൂർ പ്രകാശിന് വേണ്ടി പണമിറക്കി വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം CPM നേതൃത്വം ഉന്നയിച്ചതാണ്. ആദ്യം ഒരു മദ്യ വ്യവസായി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നീട് ബിജു രമേശിന്റെ പേര് പറഞ്ഞ് തന്നെ CPM സ്ഥാനാർത്ഥി അടക്കം ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ വൈകിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അരുവിക്കരയിലാണ്. അരുവിക്കര വടക്കേമല കോളനി, ഇതൊരു SC കോളനിയാണ്. അവിടെയാണ് ബിജു രമേശ് 4 പേരും എത്തിയത്. ഒരു കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ ആണ് ബിജു രമേശ് എത്തിയത്. അവിടെ പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നാണ് CPMന്റെ പരാതി. തുടർന്ന് CPM DVF പ്രവർത്തകർ ബിജു രമേശിനെ തടഞ്ഞു വെച്ചു. ആ സമയം 2 പേർ ബൈക്കുകളിൽ രക്ഷപ്പെട്ടു. അവർ പണവുമായി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. വളരെ നേരം അവിടെ സംഘർഷമുണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി, പോലീസും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡും സ്ഥലത്തെത്തി ബിജു രമേശിന്റെ വാഹനവും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ പരിശോധന നടത്തി. പക്ഷേ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CPM പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത് ബിജു രമേശ് തടഞ്ഞപ്പോൾ ബൈക്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ 2 പേർ ബൈക്കിലുണ്ടായിരുന്നു. അവർ ഈ പണവുമായി അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാണ് CPMന്റെ ആരോപണം. ഈ സംഘർഷത്തിനിടെ ബിജു രമേശിന്റെ സ്വകാര്യ അംഗരക്ഷകൻ തോക്ക് ചൂണ്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയായതും ആരോപണമുണ്ട്. വെടിവെക്കുമെന്ന് പറഞ്ഞ് ബിജു രമേശിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് ബിജു രമേശിനെ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ബിജു രമേശിന്റെ അംഗരക്ഷകന്റെ പരാതിയിൽ CPM പ്രവർത്തകർക്കെതിരെയും അവരുടെ പരാതി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അടക്കമുള്ള വിഷയങ്ങളിൽ ബിജു രമേശിന്റെ അംഗരക്ഷകൻ അദ്വൈതിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ പണമൊഴുക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നുവെന്ന ആരോപണം 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. ശരി അരുൺ.
മലപ്പുറം വണ്ടൂരിൽ MSF KSU പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ MSF പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും MSFന്റെയും കൊടി വീശി. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ വൈകുന്നേരമായിരുന്നു വണ്ടൂർ സ്ക്വയറിൽ, ടൗൺ സ്ക്വയറിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. ഇതിനുശേഷം സംഗീത നിശ ഉണ്ടായിരുന്നു. അത് രാത്രി അല്പം വൈകിയാണ് തീർന്നത്. ഈ സംഗീത നിശയ്ക്കിടെ MSF പ്രവർത്തകർ UDFന്റെ, അതായത് മുസ്ലിം ലീഗിന്റെ കൊടി വീശിയതാണ് KSU പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. അത് ഇവർ തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് MSF പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി, കയ്യാങ്കളിയായി, അടിയുടെ വക്കത്തെത്തുകയും തുടർന്ന് മുതിർന്ന പ്രവർത്തകരെത്തി അവരെ ശാന്തരാക്കി പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ പ്രചാരണത്തിലെത്തുമ്പോൾ എവിടെയും മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പോലും കൊടികൾ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം പ്ലക്കാർഡിലാക്കി അതുമാത്രമാണ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ കൊടി വീശിയുള്ള പ്രചാരണം BJP ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെതിരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ദോഷം ചെയ്തിരുന്നു ഈ കോൺഗ്രസിന്. അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഇത്തവണ കൊടികളൊന്നും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ എവിടെയും ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ കൊടികളും ഉപയോഗിച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഈ കോൺക്ലേവിൽ MSF പ്രവർത്തകർ ലീഗിൻ്റെ പതാക വീശിയത്, കൊടി വീശിയത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തത്. എന്നാണെങ്കിൽ ഇതൊരു വലിയ സംഘർഷത്തിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാക്കേറ്റവും കയ്യാങ്കളിയും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുക ഉണ്ടായത് UDFനെ സംബന്ധിച്ച് ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നേതൃത്വമൊന്നും പ്രതികരിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് മുന്നണികൾ LDFും NDAയും ഇത് വലിയ പ്രചാരണ വിഷയമാക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിൽ തന്നെ മുഖ്യമന്ത്രി എല്ലാ വേദികളിലും വയനാട്ടിലെ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല എന്ന വിമർശനം ഉയർത്തുന്നുണ്ട്. BJPയും അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഒരു മുന്നണിയിലെ രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന, അതും പാർട്ടി പതാകയെ ചൊല്ലി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേതൃത്വം പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇത് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ വലിയ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. ശരി അനുമോദ്. ഒരിടവേള കൂടി. സുന്ദരിത്തട്ടുകട ഇപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കരുതായിരുന്നു എന്ന LDF സ്ഥാനാർത്ഥി ആനി രാജ. അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വന്യജീവികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും റബ്ബറിന്റെ വിലയിടിവുമൊക്കെ സ്വയം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വോട്ടർമാർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ആനി രാജ ന്യൂസ് 8നോട് പറഞ്ഞു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സഖാവെ, ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇവർ ഏത് നാട്ടുകാരിയാണ്, നമ്മളുടെ ഭാഷ അറിയുന്ന ആളാണോ എന്നൊക്കെയുള്ള ഒരു സംശയം അവരുടെ കുറേ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്തരം ഒരു പ്രചാരണം ഇവിടെ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വടക്കേന്ത്യക്കാരിയാണ്, രാജസ്ഥാൻകാരിയാണ്, ഏതോ രാജകുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ ചില സഖാക്കൾക്ക് പോലും അയ്യോ ഇവർ മലയാളം സംസാരിക്കുമോ എന്ന് അവർ പോലും സംശയിച്ചാണ്. പിന്നീട് തുടക്കം മുതൽ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ അവരോട് പ്രിയപ്പെട്ട സഹോദരിമാരെന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ വളരെ വണ്ടടിച്ച് നിൽക്കാൻ നമ്മൾ നാട്ടിൽ പറയും. അതുപോലെയാണ്, വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ ഒരു കള്ളപ്രചാരണമായിരുന്നെന്നും അവർക്ക് പറയാനുള്ളതൊക്കെ പറയാനും അത് കേൾക്കുന്ന ഒരാളാണ് എനിക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരോട് പറയുന്നത് കൊണ്ട്, അങ്ങനെ ഒരു അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് കൂടുതൽ ആദ്യമുണ്ടായിരുന്നേക്കാൾ 10 മടങ്ങെന്നല്ല ഞാൻ പറയേണ്ടത്, ഒരുപാട് പല മടങ്ങുകൾ അധികമായിട്ട് വോട്ടർമാർ, അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുമൊക്കെ തന്നെ ആയാലും, അതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെയാണെന്നറിയില്ല, അവരാണ് ഭയങ്കരമായിട്ട് എന്തൂസിയാസത്തോടെ നിൽക്കുന്നത്, വളരെ ആവേശത്തിൽ നിൽക്കുന്നത്.
അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പോലും മുതിർന്നവരിലൊരു സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കണ്ടിരുന്നു ഈ കപ്പയെ പറ്റിയും കാച്ചിലിനെ പറ്റിയൊക്കെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ അത്ഭുതത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് പോലും നല്ല അറിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അവരുടെ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെന്നൊരു സ്വീകാര്യത അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു റെസ്പോൺസ് എവിടുന്ന് വരുന്നത്? അല്ല, അത് സ്വീകാര്യത എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടതല്ല. എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ഒരു ഇത്തിരി മണ്ണ് എൻ്റെ പേരൻസായിട്ട് തന്ന മണ്ണുണ്ട്. അവിടെ ഈ കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കുഴിച്ചു വെച്ചിട്ട് തിരിച്ചു വന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാർഷിക വിളകൾക്കുള്ള വിലയില്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ദുരന്തം. എനിക്കും കുറച്ച് റബ്ബറുണ്ട്. ആ റബ്ബർ വെട്ടാൻ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അവിടെ ഒരു കൂലിക്ക് ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 3 മാസത്തെ ഷീറ്റ് വിറ്റിട്ടും കൂലി കൊടുക്കാൻ തികയാത്തത് കൊണ്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഇത് വിധവാ പെൻഷൻ കിട്ടുന്നതാണ്. അവരുടെ വിധവാ പെൻഷൻ കൂടി എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ട് ആ കൂലി കൊടുത്തു തീർത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രദേശത്തെയൊക്കെ കർഷകർ എത്രമാത്രം പ്രതിസന്ധിയിലാണ് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ അനുഭവിക്കുന്ന കാര്യം പ്രലോഭനത്തിന്റെ അടിസ്ഥാനത്തിലല്ല NDAയിലേക്ക് പോകുന്നതെന്ന് സജി മഞ്ഞക്കടമ്പിൽ. നിയമസഭാ സീറ്റിന് വേണ്ടിയുമല്ല NDAയിലേക്ക് പോയത്, ഒരു ഉപാധിയും ഇല്ലാതെയാണ് എത്തിയതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. പുതിയ കേരള കോൺഗ്രസ് ഒപ്പം തന്നെ NDA എനിക്കൊപ്പം സജി മഞ്ഞക്കടമ്പിൽ ഉണ്ട്. സജി, സ്വാഭാവികമായും ഇന്നത്തെ UDF നാളത്തെ BJP, അതാണ് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു ആരോപണം ഇതിൽ ഉണ്ടാകുന്നത്. എന്താണ് അതിനോട്? അല്ല, ഇടതുപക്ഷം ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ആരോപിക്കും. ഞാൻ ആരുടെയെങ്കിലും അല്ല നിർദ്ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ NDAക്ക് പിന്തുണ കൊടുത്തതല്ല. ഞാൻ പറഞ്ഞല്ലോ, റബ്ബറിന് 250 രൂപ വില നിശ്ചയിക്കും അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഏക സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി. ആ റബ്ബർ കൃഷിക്കാരെ രക്ഷിക്കുക അല്ലെങ്കിൽ റബ്ബർ കൃഷിക്ക് വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ് മാത്രം ഇടപെട്ടാൽ പരിഹരിക്കപ്പെടാവുന്ന 3-4 വിഷയങ്ങൾ. ഒന്ന്, വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും വിഷയം തെരുവുനായ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കേണ്ടത്. ഈ വിഷയങ്ങൾ പരിഹരിക്കാനത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ സാധിക്കൂ. ആ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക. ഇത്തരം വിഷയങ്ങൾ താങ്കൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു എന്താ പറയുക, CPMന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ അല്ലെങ്കിൽ CPMന്റെ തന്നെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെയൊക്കെ ആരോപണം ഫലത്തിൽ ശരിവെക്കുകയല്ലേ യഥാർത്ഥത്തിൽ? താങ്കൾ UDF ചെയർമാനായിരുന്നു, NDAയിലേക്ക് പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞു, ആ ആരോപണത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മോൻസിൻ്റെ സൈന്യം ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടു. മഞ്ഞക്കടമ്പൻ ജോസ് കെ മാണിയുടെ കാശി കൊണ്ടുപോകുന്നതെന്ന്. ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല. ഞാൻ സോഷ്യൽ മീഡിയ വായിക്കാനും പോകുന്നില്ല, പ്രചരിപ്പിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഇതിലുണ്ടായിട്ടില്ല. ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ആരോപണങ്ങൾ കൂടി ഇനി അങ്ങനെ ആയിരിക്കും വരിക. അല്ല, അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് പുച്ഛിച്ച് അർഹിക്കുന്ന അവജ്ഞയോട് പുച്ഛിച്ച് തള്ളുന്നു. ഇതൊക്കെ ഒരാളെ സ്ഥാനത്തുനിന്ന് പുകച്ച് പുറത്ത് ആക്കുമ്പോൾ അവരാലോചിക്കണമായിരുന്നു. ഒരാളെ മനഃപൂർവ്വം ബോധപൂർവം ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം മറ്റു നിലയ്ക്ക് പറഞ്ഞു കാലത്ത് ശശി തരൂരിന്റെ പ്രചാരണത്തിനിടെ വീണ്ടും തമ്മിലടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് മർദ്ദനമേറ്റത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കറാണ് മർദ്ദിച്ചത്. ഗോപു തരൂരിനു വേണ്ടി സജീവമായി പ്രചാരണത്തിനിറങ്ങുന്നതിലുള്ള അമർഷമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി നാലാഞ്ചിറയിലായിരുന്നു സംഭവം. VV അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? അശ്വതി, ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ തമ്മിലടി തുടരുകയാണ്. ആദ്യം കോളം മണ്ഡലത്തിലെ ബാലരാമപുരത്ത്, പിന്നീട് ഇന്നലെ വീണ്ടും നാലാഞ്ചിറയിലാണ് ഇതേ അടിയുണ്ടായത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോപു നെയ്യാർ. ഗോപു സജീവമായി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കാളിയാണ്. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഗോപുവും ഈ മർദ്ദിച്ചവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നലെ നാലാഞ്ചിറയിൽ ഉണ്ടായത്. ഗോപുവിനെ ഈ രണ്ടുപേർ ചേർന്ന് പ്രചരണത്തിനിടെ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായ മർദ്ദനം ഗോപുവിന് ഏറ്റിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗോപു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഗോപു ഈ പ്രചരണത്തിൽ സജീവമാകുന്നതിന് എതിർപ്പാണ് ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് ആക്ഷേപം ഉയർന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കർ, അസംബ്ലി സെക്രട്ടറി രജിത് അമ്പലമുക്ക് എന്നിവർക്കെതിരെയാണ് ഗോപു പരാതി നൽകിയിട്ടുള്ളത്.
പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനിടെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഏതായാലും ശശി തരൂരിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവരുടെ കൂടെ ഉള്ള സംഘമാണ് ഇത്തരത്തിൽ ഗോപുവിനെ മർദ്ദിച്ചതെന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. ശരിയാണ്. പൊതുരംഗത്തുള്ള സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്ന് ശോഭന ജോർജ്. കെ ശൈലജ ടീച്ചർ കേരളത്തിന്റെ മാലാഖയാണെന്നും ശോഭന ജോർജ് ന്യൂസ് 8 പറഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് CPM നേതാവായ ശോഭന ജോർജാണ്. തെരഞ്ഞെടുപ്പിൽ അവർ പാലക്കാട് മണ്ഡലത്തിൽ വിജയരാഘവന് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു. എങ്ങനെ പോകുന്നു? പ്രചാരണ പരിപാടികളിലൊക്കെ സജീവമാണല്ലോ അല്ലേ? അതെ, കാരണം ഇതൊരു കടമയാണ്. ഈ മണ്ണില് നമ്മളൊക്കെ ജീവിച്ചത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് വളരെ സ്നേഹത്തോടെ ജീവിച്ച മണ്ണാണ്. ഇതിപ്പോ ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ അവരൊരു ശക്തി ആവണം. എങ്കിൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനുണ്ടാവൂ. അല്ലാത്തവരുടെയൊക്കെ കഥകൾ നമുക്കറിയാം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ രാഹുൽജി പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? എന്താണ് മുന്നോട്ട് എന്താണ് രാഷ്ട്രീയം? എന്താണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയരാഘവനെ പോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ മണ്ഡലങ്ങളിലും പോയി. എവിടെയൊക്കെ പോയിപ്പോ? ഞാൻ 3-4 മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലായിടവും പോയി. കാസർഗോഡൊന്നും പോയില്ല, ബാക്കി ഏകദേശം എല്ലായിടവും പോയിട്ടുണ്ട്. വടകരയിൽ ഇപ്പോ വലിയ വിവാദങ്ങളാണല്ലോ. ശൈല ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചയാണല്ലോ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള? ഞാനത് വടകര ഞാൻ പോയിരുന്നു. ഞാൻ ശൈലജ ടീച്ചറിനെ കണ്ടിരുന്നു. കാരണം അത് നമ്മുടെ കടമയാണ്. കാരണം ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാലാഖയാണ്. ഒരു ഏഞ്ചലിന്റെ സ്പേസ് ഉണ്ട് ശൈലജ ടീച്ചർക്ക്. ആ ശൈലജ ടീച്ചറിനെ വരെ ഒരു കോൺട്രവേഴ്സിയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നല്ല ജീവിതമുള്ള, നല്ല പെരുമാറ്റമുള്ള ആ ഒരു ശൈലജ ടീച്ചറിനെ പോലെ ഒരാളെ പോലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം തരംതാണ വിധത്തിലുള്ള പോസ്റ്റുകള്, അതുപോലെ വീഡിയോ ക്ലിപ്പിംഗ്സുകള് തലമാട്ടി ഒട്ടിക്കുക. പക്ഷെ ഇതിനെതിരെയെല്ലാം സത്യം പറഞ്ഞ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും അതിന്റെ അകത്തൊരു ന്യായീകരണമില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇടവേള. SFIO അന്വേഷണം നിർത്തിവെക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാൻ KSIDC അഭിഭാഷകന് നൽകിയത് 82.5 ലക്ഷം രൂപ. വീണ വിജയനിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന ആരോപണം ശക്തമാണ്. ജനങ്ങളുടെ നികുതി പണത്തിന്റെ അങ്ങേയറ്റത്തെ ദുർവിനിയോഗമാണിതെന്നാണ് വിവരാവകാശ രേഖകളിലൂടെ ലഭിച്ച മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസ് നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായാണ് KSIDC അഭിഭാഷകന് നൽകിയ പ്രതിഫലത്തിന്റെ കണക്കുകൾ പുറത്തുവന്നത്. SFIO അന്വേഷണം നിർത്തിവെക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാൻ 82.5 ലക്ഷം രൂപയാണ് KSIDC അഭിഭാഷകൻ CS വൈദ്യനാഥന് നൽകിയതെന്നാണ് വിവരാവകാശ രേഖകൾ പറയുന്നത്. ഇത്രയും പണം ചെലവാക്കി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടാൻ മാത്രം എന്ത് സാഹചര്യമാണ് KSIDCക്ക് ഉണ്ടായിരുന്നത്? സത്യത്തിൽ വീണ വിജയനിലേക്ക് അന്വേഷണം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിലെ നികുതിദായകർ നൽകിയ പണം കൊണ്ടുണ്ടാക്കിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. ആ KSIDC 82 ലക്ഷം രൂപ ഒരു അഭിഭാഷകനെ ഫീസ് നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ പോയിട്ട് SFIO അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞത്
കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണ ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് വേണം കാണാൻ. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പടുത്ത KSIDC മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ മുൻകൈയെടുക്കേണ്ട സാഹചര്യം എന്താണെന്നാണ് MK ഹരിദാസിന്റെ ചോദ്യം. നികുതിപ്പണത്തിന്റെ അങ്ങേയറ്റമുള്ള ദുർവിനിയോഗമാണിതെന്നും ഹരിദാസ് ആരോപിക്കുന്നു. അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. നികുതിപ്പണത്തിന്റെ ദുർവിനിയോഗമാണ് ഇവർ ഈ കാണിക്കുന്നത്. വീണ വിജയനെതിരെ അന്വേഷണം നടന്ന KSIDCക്ക് എന്താണ് പ്രശ്നം? മുഖ്യമന്ത്രിയുടെ അധികാരത്തണലിൽ മകൾ നടത്തിയ ദുരൂഹ പണമിടപാടിന്റെ വിവരങ്ങൾ പുറത്താകാതിരിക്കാനാണ് KSIDC ഈ നീക്കം നടത്തിയതെന്നാണ് ആരോപണം. KSIDCയുടെ വിശ്വാസ്യതയെ ഈ അന്വേഷണം തകർക്കുമെന്നത് വെറും ഒരു പുകപ്പറച്ചിൽ മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ ഇത് അന്വേഷണം വീണ വിജയനിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നികുതിപ്പണം ദുർവിനിയോഗം ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SFIO അന്വേഷണം തുടർന്നാൽ തങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നായിരുന്നു KSIDC കോടതിയെ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ KSIDC കൂടുതൽ സുതാര്യമാകുകയല്ലേ വേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. ന്യൂസ് 18 കൊച്ചി. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമുമുണ്ട്. രാവിലെ 7 മണിക്ക് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എൻ്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പം പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാ നന്ദി പറയാനായിട്ട്. I mean, actually, as I stated yesterday, I cannot reveal all the things at this point of time. I have made a lot of groundwork and everybody knows that we are coming. So that is what I can say at this point of time. First we will land in Aden and then we will go to Sana. Then I put a plan, a groundwork where we will meet the people who are going to support us. Then we will continue, we will progress I mean, I would not say negotiations, but the process of asking the forgiveness. That is what we will be doing. Yes. So everything is in place, right? നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, വലിയ പ്രതീക്ഷയോടെയാണ് പ്രേമകുമാരി ഇപ്പോൾ യമനിലേക്ക് പോയിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും അവിടെയുള്ള നടപടിക്രമങ്ങൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അശ്വതി, രാവിലെ 7 മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇരുവരും മുംബൈയിലേക്ക് തിരിച്ചത്. അവിടെ നിന്ന് റോഡ് മാർഗം മാത്രമേ ഇവർക്ക് യമനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം 2018 ശേഷം ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പ്രവേശിക്കുന്നതിൽ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വിമാന സർവീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനം ഇത്രയും വൈകിയതും. വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. പക്ഷേ പിന്നീട് നിമിഷപ്രിയയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീടുള്ള തുടർ നടപടികളിലാണ് ഹൈക്കോടതി നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടത്. ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും അവർ അവിടെ എത്തുക. അതിനുശേഷമായിരിക്കും ആദ്യ പടിയെന്നോണം അമ്മ 12 വർഷത്തെ കാത്തിരിപ്പാണ്. നിമിഷപ്രിയയെ കണ്ടിട്ട് 12 വർഷമായി. ആദ്യം സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി സംസാരിക്കും. അതിനുശേഷമായിരിക്കും ഈ മരിച്ച യമൻ സ്വദേശിയുടെ വീട്ടിലേക്ക് പോകും. അവർ മാപ്പ് നൽകി, ബ്ലഡ് മണി നൽകി അവരത് സ്വീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കോടതിയിലടക്കം സമീപിച്ചാൽ മാത്രമേ പിന്നീട് വിട്ടുകിട്ടുന്നതിലേക്ക് കടക്കൂ. അതാണ് ഏറ്റവും വലിയ നിർണായകമായ നീക്കം. കാരണം ഈ യമൻ സ്വദേശിയുടെ മാതാപിതാക്കൾ അവരെ ഈ മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ, നിമിഷപ്രിയയുടെ അമ്മയ്ക്കും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് പിന്നെയും കാലതാമസം നേരിടേണ്ടി വരും. പക്ഷേ സേവ് ഇന്റർനാഷണൽ നിമിഷപ്രിയ എന്നുള്ളൊരു ആ ഒരു സംഘടനയുടെ ആളുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
നൽകിക്കൊണ്ട് ചെറിയ രീതിയിലൊരു അനുകൂല നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അമ്മ പ്രേമകുമാരി ഇനി ആ കുടുംബത്തെ കണ്ട് അവരോട് മാപ്പ് ചോദിച്ച് അവർക്കുള്ള ബ്ലഡ് മണി നൽകിയാൽ മാത്രമേ, അവർ അത് സ്വീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയുള്ളൂ. എന്തായാലും ഇന്നലെ കണ്ട സാമുവൽ ജെറോം നമ്മളോട് ന്യൂസ് 18നോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. നിമിഷപ്രിയയ്ക്ക് അവരോട് ക്ഷമിക്കാൻ ആ കുടുംബം തയ്യാറാകുമെന്നാണ് അവരുടെയും പ്രതീക്ഷ. നിമിഷപ്രിയയുടെ അമ്മ തിരിച്ചു വരുമ്പോൾ ഒപ്പം നിമിഷപ്രിയയും ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു പറയുന്നതും. അത് അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാണ് അമ്മയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത്രയേറെ വൈകിയും, കാരണം ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും ഇടപെട്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയുന്നതിനൊക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ്. യമനിലെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ യമനിലെ രീതികൾ അങ്ങനെയാണ്. ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം ഒരു ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്, നിമിഷപ്രിയനെ മോചിപ്പിക്കാനായി ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്തായാലും അമ്മ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും അവിടെ എത്തുക. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ. മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു. ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല. സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൗനമെന്നാണ് വിലയിരുത്തൽ. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോകസമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ്. ഇറാനുള്ളിൽ നിന്ന് തന്നെയാണ് ഇസ്ഫഹാനിൽ ഡ്രോൺ ആക്രമണം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. UAE-യിൽ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിങ്കളാഴ്ച നേരിയ മഴയും ചൊവ്വാഴ്ച ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന വിവരം. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. ഇടപ്പള്ളി രാജധാനി ജുവലറിയിൽ സ്വർണം വാങ്ങാൻ എന്ന വ്യാജേന എത്തി മോഷണം. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന സംഘമാണ് സ്വർണവുമായി കടന്നുകളഞ്ഞത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കളമശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണം വാങ്ങാനെന്ന വ്യാജേനയാണ് ഇവർ എത്തിയതും മോഷണം നടത്തിയതും. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന സംഘമാണ് സ്വർണവുമായി കടന്നുകളഞ്ഞത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവമി, മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ സ്വയം തീ കൊളുത്തിയ സംഭവത്തിൽ പ്രതിഷേധമുയരുന്നു. നെടുങ്കണ്ടത്തെ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടമ്മയും ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ പോലീസ് ഉദ്യോഗസ്ഥയും ചികിത്സയിൽ തുടരുകയാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അത്താണി പെട്രോൾ പമ്പിന് മുൻവശം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന മുക്കം പെരുമ്പടപ്പ് സ്വദേശി അഖിലാണ് ഇന്ന് രാവിലെ മരിച്ചത്. മറ്റ് 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജനവിധി കുറിക്കാൻ ദിവസങ്ങൾ മാത്രം, വിലയിരുത്തലുകളേറെ, പുറത്തുവന്ന സർവേകളും നിരവധി, മാറിമറിയുന്ന ജനമനസ്. കേരളം എന്തായിരിക്കും വിധിയെഴുതുക? 20 മണ്ഡലങ്ങളിൽ നിന്നും ന്യൂസ് 18 റിപ്പോർട്ടർമാർ. ലാസ്റ്റ് ട്രെൻഡ് അറിയാം. ഒരു ദിവസം മുഴുവൻ നീളുന്ന മാരത്തൺ റിപ്പോർട്ടിംഗ്. ഇലക്ഷൻ പൂരം. ഞായറാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെ. ഇലക്ഷൻ പൂരം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം.
സർവീസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ.